ഡ്രീം ഡ്രൈവിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമസ്കാരം, ഞാൻ ശോഭി തിലകൻ. ഇന്ന് ഡ്രീം ഡ്രൈവിൽ ഞാനാണ് നിങ്ങളോടൊപ്പം. ഡ്രൈവിംഗ് എന്നൊക്കെ പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഡ്രൈവിംഗ് എന്ന് പറയുന്നത്. എൻ്റെ ഒരു പാഷൻ എന്നൊക്കെ വേണം പറയാം. നമുക്കിപ്പോൾ അഭിനയം അല്ലെങ്കിൽ ഡബ്ബിങ് എനിക്കൊരു പാഷൻ ആയതുപോലെ ഡ്രൈവിങ്ങും എനിക്കൊരു പാഷനാണ്. എത്ര ദൂരമായാലും ഡ്രൈവ് ചെയ്ത് പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ആ ഡ്രൈവിങ്ങിനെ കുറിച്ച്, ഡ്രീം ഡ്രൈവിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം നമ്മൾ തുടങ്ങേണ്ടത് നമ്മുടെ ഈ ഡ്രൈവിംഗ് പഠിച്ചത് എങ്ങനെയാണെന്നുള്ളത്. ഞാൻ ഞങ്ങളുടെ സ്വന്തം വണ്ടിയിൽ തന്നെയാണ് ഡ്രൈവിംഗ് പഠിച്ചത്. കാറിൻ്റെ ബൈക്ക് വേറെയാണ്, ബൈക്ക് എൻ്റെ സുഹൃത്തുക്കളുടെ വണ്ടിയൊക്കെയാണ് പഠിച്ചത്. പക്ഷേ കാർ ഡ്രൈവിംഗ് ഞാൻ പഠിച്ചത് തിരുവനന്തപുരത്ത് മാരുവാനീസ് കോളേജിൻ്റെ ഗ്രൗണ്ടിലാണ്. അന്ന് അച്ഛന് 2 വണ്ടിയുണ്ട്, 2 അംബാസഡർ കാറുണ്ട്. ഈ അംബാസഡർ കാറിൽ ഒന്ന് KLE 7397 എന്ന് പറയുന്നൊരു വണ്ടിയുണ്ടായിരുന്നു. ആ വണ്ടിയായിരുന്നു, ആ വണ്ടിയിലാണ് ഞാൻ ഡ്രൈവിംഗ് പഠിച്ചത്. ഒരു പഴയ മോഡൽ വണ്ടിയാണ്. പക്ഷേ അംബാസഡർ കാറിൻ്റെ ഒരു സുഖം, അല്ല അംബാസഡർ കാർ വണ്ടി ഓടിക്കുന്നതിൻ്റെ ഒരു സുഖം ഒക്കെ ഉണ്ടായിരുന്നു. ആദ്യമേ ഞാനത് പഠിച്ചതെന്ന് വെച്ചാൽ, അവിടെ ഞാൻ താമസിക്കുന്ന ഉള്ളൂർ താമസിക്കുന്ന വീട്ടിൽ 2 കാർ ഷെഡുണ്ട്. ഈ ഒരു കാർ ഷെഡിലിരിക്കുന്ന വണ്ടി ഞാൻ തന്നെ ഡ്രൈവ് വെച്ചാൽ ഞാൻ പഠിക്കുന്നത് അങ്ങനെയായിരുന്നു. അവിടെ നിന്ന് എടുത്ത് റിവേഴ്സ് എടുത്ത് ഇപ്പുറത്തിടും, ഇവിടെ നിന്ന് എടുത്ത് റിവേഴ്സ് സ്ട്രെയിറ്റ് എടുത്ത് അപ്പുറത്തിടും. അങ്ങനെയാണ് ഞാൻ ഈ വണ്ടി പഠിച്ചത്. പിന്നെ അതിനുശേഷം പിന്നീട് എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ മക്കൾ ഇവിടെ സർവോദയ വിദ്യാലയത്തിലാണ് പഠിച്ചിരുന്നത്. അപ്പോൾ അവരെ കാണാനായിട്ട് അവരെ സ്കൂളിൽ കൊണ്ടാക്കാനൊക്കെ പോകുമ്പോൾ ഈ വണ്ടിയിലാണ് പോയിക്കൊണ്ടത്. അപ്പോൾ അവരെ മകളവിടെ, അച്ഛൻ്റെ അനിയൻ്റെ മകളവിടെ ഹോസ്റ്റലിലായിരുന്നു. അപ്പോൾ അവരെ കാണാൻ പോകുമ്പോൾ അച്ഛൻ്റെ അമ്മയും മോളും കൂടി സംസാരിക്കുന്ന സമയത്ത് കുറച്ച് സമയം ഫ്രീ ഉണ്ട്. ഈ സമയത്താണ് ഞാൻ ഈ വണ്ടി എടുത്ത് മാരുവാനീസ് കോളേജിൻ്റെ ആ റോഡിലിട്ടാണ് പഠിച്ചത്. ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് ലോങ് ട്രിപ്പൊക്കെ പോയിരിക്കുന്ന അച്ഛൻ്റെ കൂടെ തന്നെയാണ്. അപ്പോൾ അച്ഛൻ്റെ കൂടെയുള്ള യാത്രകളിലാണ് എനിക്ക് ഒരുപാട് അച്ഛനെ ഒബ്സർവ് ചെയ്തിരിക്കുന്നതൊക്കെ കുറേ എനിക്ക് തോന്നുന്നു. ഏറ്റവും കൂടുതൽ ഞാൻ അച്ഛനെ ഒബ്സർവ് ചെയ്തത് യാത്രകളിലാണ്. കാരണം അച്ഛൻ്റെ ഡ്രൈവിങ്, അച്ഛൻ എങ്ങനെ ഓടിക്കുന്നു. അച്ഛൻ കുറച്ചൊരു റഫ് ഡ്രൈവിംഗ് ആയിരുന്നു. പിന്നെ തന്നെയല്ല, അച്ഛൻ്റെ കൂടെയുള്ള യാത്രകൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഇഷ്ടപ്പെടുന്നത് വെച്ചാൽ, നമ്മുടെ മനസ്സിലുള്ളൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഇടയ്ക്ക് അച്ഛനോടൊന്ന് വണ്ടി ചോദിക്കാം. അപ്പോൾ അതിലൂടെ അച്ഛൻ്റെ കൂടെ വണ്ടി ഓടിക്കാം. അങ്ങനെ വണ്ടി ഓടിച്ച് നല്ലപോലെ വണ്ടി ഓടിക്കുന്ന ഒരു ലെവലിലാകുമ്പോൾ പിന്നെ എല്ലാ യാത്രകളിലും അല്ലെങ്കിൽ എല്ലാ ഷൂട്ടിങ്ങിനും പോകുമ്പോൾ അച്ഛൻ എന്നെയും കൂടി കൊണ്ടുപോകുമെന്നുള്ള ഒരു ചെറിയൊരു ആഗ്രഹവും കൂടി എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു അച്ഛൻ്റെ കൂടെ. പക്ഷേ എങ്കിലും ഞാൻ എറണാകുളത്ത് താമസിക്കണം, കൊല്ലത്ത് താമസിക്കുമ്പോഴൊക്കെ അച്ഛൻ വിളിച്ചിട്ടാ ഞാൻ ഇത്രാം തീയതി വരും, നീ അവിടെ വെയിറ്റ് ചെയ്യണം, നമുക്ക് പോവാം. അച്ഛനെന്ന് പറഞ്ഞാൽ അച്ഛന് രാത്രി യാത്രകളാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്. കാരണം ട്രാഫിക് കുറവായിരിക്കും, പിന്നെ ഒരു പകൽ നമുക്ക് സേവ് ചെയ്യാം. ഇതൊക്കെയായിരുന്നു പുള്ളിയുടെ ഒരു ഇത്. കാരണം രാവിലെ ഷൂട്ടിങ്ങിന് ജോയിൻ ചെയ്യണം, ഇപ്പോൾ രാത്രി വണ്ടി ഓടിച്ച് ലൊക്കേഷനിലെത്തുക, ഇതൊക്കെയായിരുന്നു പുള്ളിയുടെ ഒരു രീതി. അപ്പോൾ ആ ഒരു രാത്രി യാത്രയിൽ പുള്ളി ഒറ്റയ്ക്ക് പോകുന്നതിൻ്റെ കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഒരു പക്ഷേ നമ്മളെയൊക്കെ കൂടെ കൊണ്ടുപോകുന്നത്. അപ്പോൾ അങ്ങനെ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഈ പറഞ്ഞ വണ്ടി ഓടിക്കണം എന്നുള്ളൊരു മോഹവും അച്ഛൻ്റെ കൂടെ യാത്ര ചെയ്യണം എന്നുള്ള മോഹം രണ്ടും കൂടിയുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഞാൻ ചോദിക്കും, വെച്ചാൽ ഞാനൊന്ന് ഓടിച്ചോട്ടെ. അപ്പോൾ പുള്ളി പറയുന്നൊരു വാചകം എന്താണെന്ന് വെച്ചാൽ, എടാ നിനക്കൊക്കെ ഇത് കളിപ്പാട്ടമാണ്, എനിക്കിതിൻ്റെ ചോറാണ്. ഇപ്പം ഞാൻ എൻ്റെ ജോലിക്ക് വേണ്ടി ഞാൻ വണ്ടി ഓടിച്ച് പോകുമ്പോൾ അപ്പോഴാണ് ഞാൻ അച്ഛൻ അന്ന് പറഞ്ഞതിൻ്റെ ഒരു ഇതെനിക്ക് മനസ്സിലാവുന്നത്. കാരണം അച്ഛന് ഈ വണ്ടി ഉണ്ടെങ്കിലേ കൃത്യസമയത്ത് ലൊക്കേഷനുകൾ ഓടിച്ചെല്ലാൻ പറ്റുള്ളൂ. പക്ഷേ എന്നെ സംബന്ധിച്ച് എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ നോക്കുമ്പോഴേക്കും എനിക്കതൊരു കളിപ്പാട്ടം എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ ആ പ്രായത്തിലൊരു കളിപ്പാട്ടം എന്ന് പറയാം. ഒരു വണ്ടി ഓടിക്കുക എന്നുള്ളൊരു മോഹം, ആഗ്രഹം, അത് മാത്രമായിരുന്നു. അപ്പോൾ എങ്കിലും പുള്ളി ഒരു ഇവിടെ നിന്ന് ഓടിച്ചോ, ഒരു 10 കിലോമീറ്റർ ഓടിച്ചോ, അത് കഴിഞ്ഞ് തിരിച്ചു തരണം എന്നും പറഞ്ഞ് തരാറുണ്ടായിരുന്നു. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഡ്രൈവിംഗ് പഠിച്ച് കൈ തെളിഞ്ഞത് അച്ഛൻ്റെ കൂടെ തന്നെ വണ്ടി ഓടിച്ചാണ്. പക്ഷേ അച്ഛൻ്റെ ഏറ്റവും വലിയൊരു ഞാൻ ഒബ്സർവ് ചെയ്തതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അച്ഛനൊരു വണ്ടിയിലിരുന്ന് ഉറങ്ങണമെങ്കിൽ
ആ ഡ്രൈവറെ അച്ഛന് പൂർണ്ണമായിട്ട് വിശ്വാസം ഉണ്ടാവണം. ഞാൻ ഓടിക്കുന്ന വണ്ടി എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, ഞാൻ ഓടിക്കുന്ന വണ്ടിയിൽ ഇരുന്ന് അച്ഛൻ ഉറങ്ങാറുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഞാനൊരു നല്ല ഡ്രൈവറാണെന്ന് അച്ഛൻ സമ്മതിച്ചു. വേറെ ആരും സമ്മതിക്കേണ്ട ആവശ്യമില്ല. അച്ഛൻ സമ്മതിച്ചാൽ തന്നെ ഏറ്റവും നല്ല ഡ്രൈവറാണെന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ ആദ്യം സ്വന്തമാക്കുന്നത് ഒന്നുമല്ല, BSA SLR സൈക്കിളാണ്. അത് എൻ്റെ അച്ഛൻ വാങ്ങിച്ചു തന്ന സൈക്കിളാണ്. ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത് കോളേജിൽ പോയിക്കൊണ്ടിരുന്നതെല്ലാം അതിനകത്തായിരുന്നു, BSA SLRലായിരുന്നു. അതിനുശേഷം ഞാൻ ആദ്യമായി സ്വന്തമാക്കിയ ബൈക്ക് എന്ന് പറയുന്നത് സുസുക്കി സാമുറായി. അതും അച്ഛൻ തന്നെ വാങ്ങിച്ചു തന്നതാണ്. ഞാൻ BCom പഠിക്കുന്ന സമയത്ത് കൊല്ലം ശ്രീനാരായണ കോളേജിൽ BCom പഠിക്കുന്ന സമയത്താണ്. അപ്പോൾ അന്ന് ഞാൻ YMCAയിലാണ് താമസിച്ചത്. YMCAയിൽ എൻ്റെ കുറേ സുഹൃത്തുക്കളുണ്ടായിരുന്നു. പോൾസൺ, സിബി, ജയനൻ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഒരു കുറേ അധികം പേരുണ്ടായിരുന്നു. സന്ദീപ് എന്നൊക്കെ പറഞ്ഞ് കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഞാൻ എൻ്റെ ബൈക്ക് എടുക്കുന്നതിന് മുമ്പ് എൻ്റെ സുഹൃത്തുക്കളെല്ലാം ചേർന്ന് ആ സെയിം കമ്പനിയുടെ സെയിം ഡീലറുടെ അടുത്തുനിന്ന് 12 ബൈക്ക് എടുത്തായിരുന്നു. അങ്ങനെ എൻ്റെ ബൈക്ക് 13ാമത്തെ ബൈക്കായിരുന്നു. അന്നെനിക്ക് ഇപ്പോഴും ഓർമ്മയുള്ളത് വെച്ചാൽ ഷോഗൺ എന്ന് പറയുന്ന ബൈക്കിൻ്റെ സ്പീഡോമീറ്റർ ഇങ്ങനെ 2 ഇതായിട്ടിരിക്കുന്നതായിരുന്നു. ഇപ്പോൾ എൻ്റെ സുസുക്കി സാമുറായാണ്, അതിനകത്ത് സ്പീഡോമീറ്റർ സ്ക്വയർ ആയിട്ടുള്ളായിരുന്നു. അപ്പോൾ എനിക്കൊരു ഷോഗണിൻ്റെ മീറ്റർ ഈ കമ്പനി ഫ്രീ ആയിട്ട് തന്നു. അങ്ങനെ എൻ്റെ വണ്ടിയിൽ ഷോഗണിൻ്റെ മീറ്ററാണ് വെച്ചത്. നമ്മുടെ യാത്രകളെന്ന് പറയുന്നത് കേരളത്തിൽ അന്ന് ബന്ദായിരുന്നു, ഇന്നാണ് ഹർത്താൽ. കേരളത്തിൽ ബന്ദ് ഉള്ള ദിവസം, ഇപ്പോൾ നാളെ ബന്ദാണെന്ന് നേരത്തെ പ്രഖ്യാപിക്കും, ബന്ദാണ്, ഓക്കെ, നമ്മളപ്പോൾ തന്നെ തലേ ദിവസം രാത്രിയിൽ എല്ലാവരും ബൈക്കിൽ ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കും, നേരെ തെങ്കാശി പോകും. തെങ്കാശി, കുറ്റാലം തെങ്കാശി. ഈ കുറ്റാലത്ത് വെള്ളച്ചാട്ടത്തിലൊക്കെ കുറച്ച് എല്ലാം കുളിക്കാനൊക്കെ പറ്റുമെങ്കിൽ പോലും കുറ്റാലത്ത് നിന്ന് ഒരു 40 കിലോമീറ്റർ അപ്പുറം അംബാസമുദ്രം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വെള്ളച്ചാട്ടമുണ്ട്. അവിടെയാണ് ഞങ്ങൾ പോകുന്നത്. ഞാൻ എൻ്റെ അധ്വാനത്തിലൂടെ സ്വന്തമാക്കിയ വണ്ടി എന്ന് പറയുന്നത് മാരുതി 800 ആണ്. ഒരു പച്ച കളറ് നോൺ AC വണ്ടിയായിരുന്നു. ആ വണ്ടിയിലാണ് എൻ്റെ യാത്രകൾ ആരംഭിക്കുന്നത്, എൻ്റെ കുടുംബത്തോടൊപ്പമുള്ള യാത്രകൾ ആരംഭിക്കുന്നത്. അത് ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ട്. കൂടുതലും ക്ഷേത്രങ്ങളിലാണ്. മൂകാംബിക, അതുപോലെ തന്നെ ഗുരുവായൂർ, പഴനി, അങ്ങനെയുള്ള ഒരുപാട് ക്ഷേത്രങ്ങളിൽ പോയിട്ടുണ്ട്. കൊടൈക്കനാൽ, ഊട്ടി. പിന്നെ ആദ്യം ഞാൻ മാരുതി 800 കൊണ്ട് ആദ്യം പോയത് എനിക്ക് തോന്നുന്നു കാർമേലിയ റിസോർട്ടിലാണെന്ന് തോന്നുന്നു. ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മോൾക്കന്ന് 1 വയസ്സോ മറ്റോ പ്രായമാണ്. പക്ഷേ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള എല്ലാ യാത്രകളിലും ഞങ്ങളോടൊപ്പം എൻ്റെ വൈഫിൻ്റെ അമ്മയും അല്ലെങ്കിൽ വൈഫിൻ്റെ മാമൻ്റെ മക്കൾ ഇവരൊക്കെ ഉണ്ടാവും. ഞങ്ങളങ്ങനെ ഈവൻ ഹണിമൂണിന് പോലും ഞങ്ങൾ ഒറ്റയ്ക്ക്, ഞാനും എൻ്റെ ഭാര്യ ഒറ്റയ്ക്ക് പോയിട്ടില്ല. എല്ലാവരും ഉണ്ടാവും. അതൊരു എൻജോയ്മെൻറ്റാണ്. ഞങ്ങൾക്ക് എല്ലാവരും കൂടി പോകുന്നതാണ് ഒരു ദിവസം. എനിക്ക് ഇതിനു മുമ്പ് അതിനുശേഷം മാരുതി 800-ന് ശേഷം ഒരു ഓപ്പൽ ആസ്ട്ര ക്ലബ്ബ് ഒരു സെക്കൻഡ് ഹാൻഡ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആ വണ്ടിയിൽ കൊടൈക്കനാൽ, ഊട്ടി ഒക്കെ പോയിട്ടുണ്ട്. അതും ഈ പറഞ്ഞ പോലെ എല്ലാവരുമായിട്ടാണ് പോയത്. അതിനകത്തെല്ലാം ഞാൻ എൻജോയ് ചെയ്യുന്നത് ഡ്രൈവിംഗ് ആണ്. ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത്, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടം ഹൈ റേഞ്ചിൽ വണ്ടി ഓടിക്കാനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അത് നമുക്ക് സേഫായിട്ടുള്ള സ്ഥലമാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. പക്ഷേ ചിലപ്പോൾ ഇത്തിരി ഡേഞ്ചറസ് ഏരിയകളിലൂടെയൊക്കെ പോകേണ്ടി വരും. അത് പലപ്പോഴും അങ്ങനെയുള്ള സമയങ്ങളിൽ പോകാറില്ല. മീൻസ് മഴ ഉള്ള സമയത്തൊന്നും അങ്ങനെ അധികം പോകാറില്ല. പക്ഷേ ഒരു യാത്ര ഞാൻ ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. കാരണം അത് എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം ഞാൻ ഓപ്പൽ ആസ്ട്ര ക്ലബ്ബിലാണ് വരുന്നത്. ഞാനും ഉണ്ട്. ആണുങ്ങളായിട്ട് ഞാനും എൻ്റെ വൈഫിൻ്റെ മാമൻ്റെ മകൻ ജയനും മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം പെണ്ണുങ്ങളാണ്. വൈഫിൻ്റെ അമ്മ, എൻ്റെ മക്കൾ, വൈഫിൻ്റെ ആങ്ങളയുടെ ഭാര്യ, അങ്ങനെ എല്ലാവരും ആണുള്ളത്. അപ്പോൾ ഊട്ടിയിൽ പോയിട്ട് തിരിച്ച് ഞങ്ങൾ ഇറങ്ങിയത് ഗൂഡല്ലൂരേക്ക് ഇറങ്ങി. ഗൂഡല്ലൂർ എൻ്റെ സുഹൃത്തിൻ്റെ പോൾസിൻ്റെ വീട്ടിൽ കയറി. രാത്രി ഒരു 7 മണിയോടുകൂടിയാണ് ഞങ്ങൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ റോഡ് എന്ന് പറയുന്നത് ചെറിയ ചാറ്റമഴയുണ്ട്, കോടമഞ്ഞുണ്ട്, ഒന്നും കാണാൻ പറ്റത്തില്ല. രാത്രി ഒന്നും കാണാൻ പറ്റത്തില്ല. ആനയുള്ള സ്ഥലമാണ്. ഇതെല്ലാം എൻ്റെ മനസ്സിലുണ്ട്. ഞാനും മാമൻ്റെ മകനും മാത്രമേ ആണായിട്ടുള്ളൂ, ബാക്കിയെല്ലാം പെണ്ണുങ്ങളാണ്. അപ്പോൾ
എങ്ങനെയെങ്കിലും നിലമ്പൂർ എത്തുന്നത് വരെ അല്ലെ വഴിക്കടവ് എത്തുന്നത് വരെ എൻ്റെ മനസ്സിൽ തീയായിരുന്നു. കാരണം എനിക്ക് മഞ്ഞ് വന്നിട്ട് ഒന്നും കാണാൻ പറ്റില്ല. മണ്ണിടിച്ചിലുണ്ട്, ചെറിയ ചെറിയ സ്ഥലത്ത് പല സ്ഥലത്തും ഇങ്ങനെ മണ്ണിടിഞ്ഞ് വീണിട്ടുണ്ട്. ഇതെല്ലാം എൻ്റെ മനസ്സിൽ ഒരു ചെറിയൊരു ഭയമൊക്കെ ഉണ്ടെങ്കിൽ പോലും ധൈര്യം കൈവിടാതെ വണ്ടി ഓടിച്ചു. എനിക്ക് ആകെ കാണാൻ പറ്റുന്നത് സെൻട്രലൊരു മഞ്ഞ ലൈനുണ്ട്. ഈ മഞ്ഞ ലൈൻ മാത്രം കാണാം. ഈ മഞ്ഞ ലൈൻ എൻ്റെ വണ്ടിയുടെ സെൻട്രലാക്കി ഞാൻ ഒറ്റ വിടൽ വിട്ടു. അത് ഇന്നും ഞാൻ മറന്നിട്ടില്ല. കാരണം വളവും തിരിവുമായിരുന്നു. വണ്ടിയിലുള്ള എല്ലാവരും ഛർദ്ദിച്ചു. അവസാനം വഴിക്കടവ് എത്തി ഒരു വണ്ടിയിൽ ഒരു കടയുടെ ഫ്രണ്ടിൽ കൊണ്ട് വണ്ടി നിർത്തിയിട്ട് ഞാൻ ഒരു 3-4 ബോട്ടിൽ വെള്ളം വാങ്ങിച്ചു, വണ്ടിയും കഴുകി, ആളുകളെയും കഴുകി. അവസാനം തിരൂരോ മറ്റോ ഒന്ന് റൂം എടുക്കുക ചെയ്തു. അപ്പോൾ ഒരിക്കലും ഞാൻ ആ യാത്ര മറക്കില്ല. പക്ഷെ അതുപോലത്തെ ഒരു അനുഭവം എനിക്കുണ്ടായെന്ന് പറഞ്ഞാൽ വരുത്തൻ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് ഞങ്ങൾക്ക് വാഗമണിലായിരുന്നു ഷൂട്ട്. അപ്പോൾ വാഗമണിൽ ഷൂട്ട് നടക്കുന്ന സമയത്ത് എൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ അഭിനയിക്കുന്നതുകൊണ്ട് ഡബ്ബിങ്ങും ഉള്ളതുകൊണ്ട് ഷൂട്ടിംഗ് ഇല്ലാത്ത സമയത്ത് എനിക്ക് സീരിയൽ ഡബ് ചെയ്യാനായിട്ട് ഞാൻ എവിടെയാണോ ഉള്ളത് അവിടെ ഏതെങ്കിലും ഒരു സ്റ്റുഡിയോ കണ്ടുപിടിച്ച് ഡബ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ വാഗമൺ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തൊടുപുഴയിലാണ് അടുത്തൊരു സ്റ്റുഡിയോ ഉള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ വണ്ടിയിൽ തന്നെയാണ് പോകുന്നത്, ഈ ഇന്നോവ വണ്ടിയിൽ തന്നെയാണ്. ഷൂട്ടിംഗ് ഇല്ലാത്ത സമയത്ത് നേരെ വണ്ടി എടുക്കുക, വാഗമണ്ണെന്ന് തൊടുപുഴ വരിക, ഡബ് ചെയ്ത് ഇങ്ങോട്ട് അയക്കുക, തിരിച്ച് വീണ്ടും വാഗമണ്ണെത്തുക. അങ്ങനെ ഒരു ദിവസം രാത്രി 9 മണിക്ക് ശേഷമാണ് ഞാൻ ഷൂട്ട് കഴിഞ്ഞ് വന്നത്. അപ്പോൾ ഞാൻ സ്റ്റുഡിയോ വിളിച്ച് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ 1.5 മണിക്കൂറുണ്ട് വാഗമണ്ണെന്ന് തൊടുപുഴ എത്താനായിട്ട്. വാഗമണ്ണം തൊടുപുഴ എത്തി ഡബ്ബിങ് കഴിഞ്ഞ് തിരിച്ച് ഞാൻ വാഗമൺ എത്തുമ്പോൾ രാത്രി 1:30 മണിയായി. 1:30 മണിക്ക് ഞാൻ വാഗമൺ കുരിശടി അതായത് കുരിശുമലയുടെ അവിടെ എത്തുമ്പോഴേക്കും ഫുൾ കോടമഞ്ഞാണോ, എനിക്കൊന്നും കാണാൻ വയ്യ. ഈ കുരിശുമലയുടെ അടുത്തുനിന്ന് കുരിശുമലയിലേക്ക് കയറുന്ന എൻട്രൻസിൽ നിന്ന് ഞാൻ താമസിക്കുന്ന റിസോർട്ടിലേക്ക് വെറും 3 കിലോമീറ്ററേ ഉള്ളൂ. ആ 3 കിലോമീറ്റർ പോകാൻ 3/4 മണിക്കൂർ എടുത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. കാരണം ഇത് നിലമ്പൂരേക്കുള്ള യാത്രയിൽ എനിക്ക് മഞ്ഞ ലൈൻ കാണാൻ പറ്റുമായിരുന്നെങ്കിൽ ഇത് അതുപോലുമില്ല. അവിടെ മഞ്ഞ ലൈൻ ഇല്ല, സെൻട്രലിൽ മഞ്ഞ ലൈൻ ഇല്ല, ഒരു ലൈനും ഇല്ല. എനിക്ക് ആകെ കാണാൻ പറ്റുന്ന ഡിം ഇട്ട് കഴിഞ്ഞാൽ ടാറ് മാത്രം കാണാം, റോഡിലെ ടാറ് മാത്രം. വേറെ മലകളോ അല്ലെങ്കിൽ ചെടികളോ മരങ്ങളോ ഒന്നും കാണാൻ പറ്റുന്നില്ല. പതിയെ ഉരുട്ടി ഏകദേശം 3/4 മണിക്കൂർ എടുത്ത് ഞാൻ റിസോർട്ടിലെത്താനായിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു അപകടകരമായ അവസ്ഥയിലൂടെ മാത്രം സഞ്ചരിക്കുമ്പോഴേ നമുക്കൊരു ചെറിയൊരു ഭയമുള്ളൂ. ഇല്ലെങ്കിൽ ഹൈ റേഞ്ചാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഹൈ റേഞ്ചിൽ വണ്ടി ഓടിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഒരുപാട് യാത്രകൾ, കുടുംബവുമായിട്ട് ഒരുപാട് യാത്രകൾ എൻജോയ് ചെയ്ത് പോയിട്ടുണ്ട്. ഞങ്ങൾ പാട്ടൊക്കെ പാടി, മക്കളും ഞാനും വൈഫും എല്ലാവരും പാട്ടൊക്കെ പാടി വളരെ എൻജോയ് ചെയ്ത് പോയിട്ടുണ്ട്. അത് മൂകാംബിക, അതുപോലെ തന്നെ ചെന്നൈ, അതുപോലെ തന്നെ ഞാൻ പറയാം മാരുതി 800 നോൺ AC വണ്ടിയിൽ ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഞാൻ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് മദ്രാസിൽ പോയിട്ടുണ്ട്. രാത്രി ഉച്ചയ്ക്ക് 12 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് വെളുപ്പിന് 5 മണിക്ക് മദ്രാസിലെത്തി. നോൺ AC വണ്ടിയാണ്. 2 കിലോ ആപ്പിളും 2 കിലോ ഏത്തപ്പഴം വാങ്ങിച്ച് വണ്ടിയിലിട്ടു. നേരെ ഡ്രൈവ് ചെയ്തു, ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചു, നേരെ വിട്ടു. പോകുന്ന വഴിക്ക് നമ്മുടെ രതിമീന ബസ് പോകുന്നു, അവരുടെ പുറകെ പിടിച്ചു. അപ്പോൾ വഴിയൊക്കെ അന്നൊക്കെ വഴി ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇന്നാണെങ്കിൽ ഗൂഗിൾ മാപ്പ് ഇട്ട് പോവാം. പക്ഷേ അന്ന് നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ KSRTC ബസ്സോ അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും വണ്ടിയെ പിടിച്ച് നേരെ പോകാനേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആരോടും ചോദിച്ചു പോകണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള യാത്രകൾ, ഒരുപാട് യാത്രകൾ ഉണ്ടായിട്ടുണ്ട്. എന്തൊക്കെ തന്നെയായാലും എനിക്ക് ഡ്രൈവിംഗ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് എത്ര ഇവിടുന്ന് ഡൽഹി പോകണമെന്ന് പറഞ്ഞാലും ഞാൻ പോകും, എനിക്കൊരു പ്രശ്നമില്ല. അതാണ് എൻ്റെ ഒരു പാഷൻ എന്ന് പറയുന്നത്. എനിക്ക് ഡ്രൈവിംഗ് പാഷനാണെന്നൊക്കെ ഞാൻ പറഞ്ഞു, ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ ഇത്രയും നാളത്തെ എൻ്റെ ഡ്രൈവിങ്ങിലൊന്നും എനിക്കിതുവരെ ഒരു ആക്സിഡൻറ്റ് അങ്ങനത്തെ ഒരു ആക്സിഡൻ്റായിട്ട് ഒരു സംഭവം എനിക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ചെറിയ പോറലുകളും ഒരയലുകളും അല്ലാതെ വേറൊന്നും എൻ്റെ വണ്ടിയിലോ അല്ലെങ്കിൽ എനിക്കോ സംഭവിച്ചിട്ടില്ല. ആകെ എനിക്ക് എൻ്റെ ഓർമ്മയിലുണ്ടെന്ന് പറയാൻ മാത്രം എനിക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടായിരിക്കുന്നത്, അതും എൻ്റെ മിസ്റ്റേക്ക് കൊണ്ടല്ല. ഒരു ബൈക്കിൽ യാത്ര ചെയ്ത സമയത്ത് ഒരു വണ്ടിയിൽ ഒരു KSRTC ബസ് പെട്ടെന്ന് വലത്തേക്ക് തിരിച്ചിട്ട് നമ്മൾ തട്ടി വീണു. പക്ഷേ ഒന്നും പറ്റിയില്ല രണ്ടുപേർക്കും. ഞാനും എൻ്റെ ഫ്രണ്ട് ദിലീപും ഉണ്ടായിരുന്നു. ഞാനാ വണ്ടി ഓടിച്ചത്, ദിലീപ് എൻ്റെ ബാക്കിലിരിപ്പുണ്ടായിരുന്നു. അദ്ദേഹവും എൻ്റെ തലയുടെ മുകളിൽ കൂടി ഡൈവ് ചെയ്ത് വീണെങ്കിലും അദ്ദേഹത്തിനൊന്നും പറ്റിയില്ല. അപ്പോൾ ആ ഒരു ആക്സിഡൻ്റ് അല്ലാതെ എനിക്കൊരു ആക്സിഡൻ്റ് എന്ന് പറയാൻ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. അതുണ്ടാകാതിരിക്കട്ടെ, നാളെയും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.
പക്ഷേ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ ഒരു ആക്സിഡൻറ്റ് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ വളരെ ശ്രദ്ധിച്ചു തന്നെയാണ് വണ്ടി ഓടിക്കുന്നത്. ഒരിക്കലും ഞാൻ അലക്ഷ്യമായി അല്ലെങ്കിൽ റഫായിട്ട് വണ്ടി ഓടിക്കാറില്ല. കഴിവതും എത്രയൊക്കെ തന്നെ ആയാലും ശരി, എത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ശരി, എത്രയൊക്കെ മാനസിക പ്രശ്നങ്ങളുണ്ടെങ്കിലും ശരി, കഴിവതും ഞാൻ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് വണ്ടി ഓടിക്കാറ്. ഇതുവരെ അങ്ങനെ ഒരു പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ സ്പീഡ് കൂടിയതിൻ്റെ പേരിൽ 1-2 പെറ്റി വന്നിട്ടുണ്ടെന്നല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും എൻ്റെ ഭാഗത്തുണ്ടായിട്ടില്ല. അപ്പോൾ പിന്നെ ഞാൻ പറയാം, ഇപ്പോഴത്തെ പിള്ളേരെ പക്ഷെ അങ്ങനെയല്ല. ഇപ്പോഴത്തെ പിള്ളേർ ഒരുപാട് പേര് വളരെയധികം റഫ് ഡ്രൈവിംഗ് ആണ്. പ്രത്യേകിച്ചും ബൈക്ക്. നമ്മൾ ഇപ്പോഴത്തെ പുതിയ ന്യൂ ജെൻ ബൈക്കുകളെന്നൊക്കെ പറഞ്ഞാൽ എല്ലാം ഭയങ്കര സ്പീഡും അതുപോലെ തന്നെ ആക്സിഡൻ്റ് ഉണ്ടാകാൻ സാധ്യത കൂടുതലുള്ള വണ്ടികളാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഡിസ്ക് ബ്രേക്ക്, ഫ്രണ്ടിലെ ഡിസ്ക് ബ്രേക്ക് ഉള്ള വണ്ടികളെല്ലാം പ്രോബ്ലം ഉള്ള വണ്ടികളാണ്. അത് ഒരുപാട് ആക്സിഡൻറ്റ് നമ്മൾ ഡെയിലി പത്രങ്ങളിൽ കാണുന്നുണ്ട്. കൂടുതലും യുവാക്കളാണ് മരിക്കുന്നത്. ചെറുപ്പത്തിലെ അവരുടെ ജീവിതം ഈ ഒരു ഡ്രൈവിംഗ് മൂലം നഷ്ടപ്പെട്ടു പോകുക എന്ന് പറയുന്നത് നമുക്കെല്ലാം വിഷമമുള്ള കാര്യം. എൻ്റെ മകനൊക്കെ ഇരിക്കുന്നു, അവനും കൂടി കേൾക്കാൻ തന്നെയാണ് പറയുന്നത്. നാളെ ഇവനും ബൈക്കൊക്കെ ഓടിക്കേണ്ടതാണ്, കാർ ഓടിക്കേണ്ടതാണ്. പക്ഷേ നമ്മൾ നമ്മുടെ സേഫ്റ്റി നോക്കി വണ്ടി ഓടിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ പത്രത്തിൽ കണ്ടു, അല്ലെങ്കിൽ ചാനലിൽ കണ്ടു, കോളേജിൽ എന്തോ കോമേഴ്സ് ഡേയുടെ എന്തോ പ്രോഗ്രാമിന് വണ്ടി ഓടിച്ച് 2 പയ്യന്മാർ ജീപ്പിൽ നിന്ന് തെറിച്ച് വീഴുന്ന വിഷ്വൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ അതൊക്കെ ഓക്കെ. ഞാനും എൻ്റെ കൊല്ലം ശ്രീനാരായണ കോളേജിൽ കോമേഴ്സ് ഡേയുടെ ഇതിൽ എനിക്ക് തോന്നുന്നു അന്നത്തെ കാലത്ത് സ്ത്രീകൾ വണ്ടി ഓടിക്കുന്നത് വളരെ കുറവാണ്. അപ്പോൾ അതിൽ ഞാൻ കാണിച്ചിരുന്നൊരു സംഭവം എന്ന് വെച്ചാൽ, ഞാനൊരു കവാസാക്കി വണ്ടിയായിരുന്നു. കവാസാക്കി വണ്ടിയിൽ ഞാൻ എൻ്റെ ഒരു ചുരിദാറൊക്കെ ഇട്ട് വിഗൊക്കെ വെച്ച് ഒരു പെണ്ണായിട്ടും എൻ്റെ ഭർത്താവായിട്ട് നമ്മുടെ ഗണേഷ് ഓലിക്കര എന്ന് പറയുന്ന നമ്മുടെ ഒരു സുഹൃത്ത്, അദ്ദേഹം ഒരു റൈറ്ററാണ്. അദ്ദേഹം കൊച്ചിനെയും കൊണ്ട് ബാക്കിലിരിക്കുന്ന ഒരു തീം, അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ആ തീം. ഞങ്ങൾ അത് വെച്ചിട്ട് കൊല്ലം ചിന്നക്കട മൊത്തം ഇത് വെച്ചിട്ട് ഇങ്ങനെ വണ്ടി ഓടിച്ച് ഒരു ഘോഷയാത്ര നടത്തിയിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു എൻജോയ്മെൻ്റ് ആയിരുന്നു. നമ്മൾ നമ്മുടെ കോളേജ് ലൈഫിലോ അല്ലെങ്കിൽ സ്കൂൾ ലൈഫിലോ ഒക്കെ നമ്മുടെ സുഹൃത്തുക്കളുടെ ഇടയിലും നമ്മുടെ പ്രത്യേകിച്ചും പെൺ സുഹൃത്തുക്കളുടെ ഇടയിലൊക്കെ ഹീറോ ആകാൻ ശ്രമിക്കുന്നത് അത്തരത്തിലുള്ള റിസ്ക് എടുത്താവരുത്. നമ്മൾ എന്തെങ്കിലുമൊക്കെ പഠിച്ചോ അല്ലെങ്കിൽ മറ്റു കലാപരിപാടികളിലൂടെയൊക്കെ അച്ചീവ് ചെയ്ത് കാണിച്ച് എന്തെങ്കിലുമൊക്കെ ആയിത്തീരുക, അപ്പോഴാണ് നമ്മൾ ഹീറോ ആകുന്നത്. അല്ലാതെ ബൈക്ക് കൊണ്ട് പറപ്പിച്ച് അവിടെ വീൽ ചെയ്യിപ്പിച്ച് മറ്റേ അതിനൊക്കെ പ്രൊഫഷണൽ ആൾക്കാർ വേറെ ഉണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രൊഫഷൻ നമ്മൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ആ പ്രൊഫഷനിലേക്ക് പോവുക. അത് പക്ഷേ അതിൻ്റെ സേഫ്റ്റി സൈഡെല്ലാം നോക്കിക്കൊണ്ട് മാത്രമാണ് അവർ ചെയ്യുന്നത്. അവർ പ്രൊഫഷണലായിട്ട് ഈ ബൈക്ക് റേസിംഗ് നടത്തുന്ന ആളുകളെന്ന് വെച്ചാൽ അതിൻ്റെ സേഫ്റ്റി മെഷേഴ്സ് എല്ലാം എടുത്തിട്ടാണ് അവർ ചെയ്യുന്നത്. അത് കണ്ടുകൊണ്ട് ടി വിയിൽ വരുന്ന അത്തരം കാര്യങ്ങൾ കണ്ടുകൊണ്ട് നമ്മുടെ യുവാക്കൾ ഒരു സേഫ്റ്റിയും ഇല്ലാതെ, ഒരു സേഫ്റ്റി മെഷേഴ്സും എടുക്കാതെ ഇത്തരം പ്രവൃത്തികൾ ചെയ്യുമ്പോഴാണ് അപകടങ്ങൾ ഉണ്ടാകുന്നത്. ദയവേത് അത്തരം അപകടങ്ങളിലേക്ക് നമ്മുടെ യുവതലമുറ പോകാതിരിക്കണമെന്ന് എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. കാരണം ഡ്രൈവിംഗ് പാഷനുള്ള ഒരാളായതുകൊണ്ടാണ് ഇത് പറയുന്നത്. അതിൻ്റെ ഞാൻ എൻ്റെ ലൈഫിൽ നിന്നുള്ള എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള കാര്യമാണ് പറഞ്ഞത്. എനിക്കിതുവരെ ഒരു ആക്സിഡൻ്റ് എന്ന് പറയുന്ന രീതിയിലൊരു സംഭവം ഉണ്ടായിട്ടില്ല. എന്നെ ഇങ്ങോട്ട് വന്ന് പലരും ചില ബൈക്കുകാരൊക്കെ ഒന്ന് ഇങ്ങനെ ഉരച്ച് പോയിട്ടുള്ളതല്ലാതെ ഒരിക്കലും അങ്ങോട്ട് പോയി ഒരാളെ ഇടിക്കുകയോ അല്ലെങ്കിൽ അത് പക്ഷേ എൻ്റെ ഭാഗ്യമായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ ഇത്രമാത്രം കൺട്രോൾ ചെയ്ത് അല്ലെങ്കിൽ ഇത്രമാത്രം നോക്കി വണ്ടി ഓടിക്കുന്നത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ സമയത്തിൻ്റെ ഇതുകൊണ്ടായിരിക്കാം. പക്ഷേ നമ്മളൊരിക്കലും നമ്മുടെ അശ്രദ്ധ കൊണ്ടോ നമ്മുടെ അഹങ്കാരം കൊണ്ടോ ഒരിക്കലും ഒരു ആക്സിഡൻ്റ് എന്ന് പറയുന്നത് ആക്സിഡൻ്റാണ്, ആക്സിഡൻ്റലായിട്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഒരു വണ്ടി എപ്പോഴും ആക്സിഡൻ്റ് ഉണ്ടാവാം, ഏത് സമയത്തും ഉണ്ടാകാം. അത് പക്ഷേ നമ്മുടെ അശ്രദ്ധ കൊണ്ടും നമ്മുടെ അഹങ്കാരം കൊണ്ടും ഉണ്ടാകുമ്പോഴാണ് ആ ആക്സിഡൻറ്റിനെ നമ്മൾ വേണ്ട എന്ന് തീരുമാനിക്കുന്നത്. അല്ലാത്ത ആക്സിഡൻറ്റ് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. നമ്മളൊരിക്കലും റഫായിട്ട് വണ്ടി ഓടിക്കാതിരിക്കുക, അശ്രദ്ധയോടെ വണ്ടി ഓടിക്കാതിരിക്കുക. പ്രത്യേകിച്ചും ഉറക്കം. നമ്മുടെ ബാലഭാസ്കർ എന്ന് പറയുന്ന അതുല്യനായ കലാകാരൻ എൻ്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു. അദ്ദേഹം നമ്മെ വിട്ടുപോയതും ഒരു ആക്സിഡൻറ്റിലൂടെയാണ്. നമ്മൾക്ക് ഏറ്റവും പ്രിയങ്കരനായ ജഗദീഷ് ശ്രീകുമാർ അമ്പിളിച്ചേട്ടൻ, ഇന്നും അദ്ദേഹം നമ്മുടെ മുമ്പിൽ ഒരു നൊമ്പരമായിട്ട് ഇപ്പോഴും നമ്മുടെ മുമ്പിൽ അദ്ദേഹം ഇരിപ്പുണ്ട്. അതും ആക്സിഡൻറ്റിലൂടെയാണ്. ഈ 2 ആക്സിഡൻറ്റും എനിക്ക് തോന്നുന്നു ഉറക്കത്തിൽ നിന്നുണ്ടായതാണ്. ഞാനും ഒരുപാട് ഉറക്കം നിന്ന് വണ്ടി ഓടിക്കുന്ന ആളായിരുന്നു, ഇപ്പോഴും ഓടിക്കുന്നുണ്ട്. പക്ഷേ
ഉറക്കം നിന്ന് വണ്ടി ഓടിക്കുമ്പോൾ എനിക്ക് ഉറക്കം വന്നാൽ ഞാൻ അപ്പോഴേ വണ്ടി സൈഡ് ഒതുക്കുക, ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ ഉറങ്ങുക. ഉറങ്ങിയതിന് ശേഷം മാത്രമേ പിന്നെ വണ്ടി ഓടിക്കാറുള്ളൂ. ഉറക്കം നിന്നുകൊണ്ട് വണ്ടി ഓടിച്ചാലുള്ളൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമുക്ക് തോന്നും നമ്മൾ ഉറങ്ങുന്നില്ല എന്ന്. പക്ഷേ നമ്മുടെ മനസ്സുറങ്ങിപ്പോവും. കണ്ണ് തുറന്നിരിപ്പുണ്ടാവും, പക്ഷേ മനസ്സുറങ്ങിപ്പോവും. അങ്ങനെയാണ് പല ആക്സിഡൻറ്റുകളും സംഭവിക്കുന്നത്. അതുകൊണ്ട് ഉറക്കം വന്നാൽ എവിടെയെങ്കിലും വെളിച്ചമുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും പെട്രോൾ പമ്പിലോ വല്ലതും വണ്ടി ഒതുക്കിയിടുക, സുഖമായിട്ട് കുറച്ച് നേരം ഉറങ്ങുക, എന്നിട്ട് വീണ്ടും ഉന്മേഷത്തോടുകൂടി വണ്ടി ഓടിക്കുക. അതാണ് ഒരു നല്ല ഡ്രൈവർ ചെയ്യേണ്ടത്. അല്ലാതെ ഉറക്കമില്ലാതാക്കാനുള്ള ചില പൊടിക്കൈകളൊക്കെ പല ആളുകളും പ്രയോഗിച്ച് ഞാൻ കാണാറുണ്ട്. പക്ഷെ അതൊന്നും ചെയ്യരുത്. പല ലഹരി വസ്തുക്കളുമൊക്കെ ഉപയോഗിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. അതൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല. അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മളെപ്പോഴും നമ്മുടെ സേഫ് സൈഡ് മാത്രം നോക്കുക. ആരോഗ്യവും നമ്മുടെ ജീവനും നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അടുത്ത ആഴ്ച മറ്റൊരു വാഹനത്തിന്റെ വിശേഷവുമായി കണ്ടുമുട്ടാം. Till then, this is your Sergeant signing off. Love you all. Take care and keep watching Koumudy. Sergeant's Costume Courtesy, Men's World, Balarampura.